പാകിസ്ഥാന്റെ സൈനിക മേധാവി, കരസേനാ മേധാവി എന്നല്ല, ഇപ്പോൾ എല്ലാ സൈനികരുടെയും എല്ലാത്തിൻ്റെ തലവനായി അസീം മുനീർ നിയമിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമായി അസീം മുനീർ മാറിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറയുന്നതനുസരിച്ച് ഇന്നിപ്പോൾ ഇസ്മായിൽ ബഗായി അവിടെ എത്തുകയാണ്, ഇറാനിലെത്തുകയാണ്. ഇസ്മായിൽ ബഗായി പറയുന്നതനുസരിച്ച് അസീം മുനീർ ഇറാനിലെത്തുകയാണ്. പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നിരവധി കാര്യങ്ങളുണ്ട്. നേരത്തെ കാർത്തിക് പറഞ്ഞതുപോലെ മെക്ക ഉടമ്പടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയുണ്ടായേക്കാം. പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമമുണ്ട് അമേരിക്കയുടെ ആക്രമണത്തിൽ, അതുമായി ബന്ധപ്പെട്ട പുതിയ കരാറിൻ്റെ ചർച്ചയുണ്ടാകാം. ഒപ്പം സമീപകാലത്തുണ്ടായ നിരവധി സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള നിരവധിയായ കാര്യങ്ങളിൽ ചർച്ചയുണ്ടാകും. അതേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നാണ്. നമുക്കറിയാം, ആദ്യം മുതൽ തന്നെ പാകിസ്ഥാൻ ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്നുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ. പക്ഷേ അതൊന്നും വിജയിക്കാത്ത സാഹചര്യം കൂടിയുണ്ട്. കാർത്തിക്, എന്ത് മനസ്സിലാക്കണം? അസീം മുനീർ അവിടെ എത്തുമ്പോൾ ഒരുപാട് തലത്തിലുള്ള ചർച്ചകൾക്കുള്ള സാധ്യതകളാണ് തെളിയുന്നത്. തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഒരു സാമ്പത്തിക യുദ്ധം കൂടി ഇറാനെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച് ആ യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അമേരിക്ക കടക്കുമ്പോഴാണ് നയതന്ത്ര സാധ്യതകളിലേക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന ചർച്ചകൾക്കായി പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ഇന്ന് ടെഹ്റാനിൽ എത്തുന്നത്. നമുക്കറിയാം, ഇറാനും US-ഉം തമ്മിൽ ഈ യുദ്ധം ആരംഭിച്ച ശേഷം പല ഘട്ടങ്ങളിലും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻകൈയെടുത്തത് പാകിസ്ഥാനാണ്. ഒരു ഘട്ടത്തിൽ 60 ദിവസത്തേക്കുള്ള വെടിനിർത്തലടക്കമുള്ള വ്യവസ്ഥകളുമായി പ്രാഥമിക സമാധാന ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും, അതായത് ഇറാനും അമേരിക്കയും ഒപ്പിട്ട കരാറിൽ പാകിസ്ഥാൻ ഗ്യാരണ്ടറായിരുന്നു. പക്ഷേ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ആ കരാറിലെ വ്യവസ്ഥകൾ കീഴ്മേൽ മറിഞ്ഞു. ആ കരാറിൻ്റെ 60 ദിവസത്തെ കാലാവധി അവസാനിക്കുകയും ചെയ്തു. വീണ്ടും നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായാണ് പാക് സൈനിക മേധാവി ഇന്ന് ടെഹ്റാനിൽ എത്തുന്നത് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരണം ഈ മാസം പല ഘട്ടങ്ങളിലായി പാകിസ്ഥാന്റെ ഇന്റീരിയർ മിനിസ്റ്റർ മുഹമ്മദ് നഖ്വി അടക്കം തെഹ്റാനിൽ എത്തിയിരുന്നു. അദ്ദേഹം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും ഒപ്പം വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചിയുമായും പല ഘട്ടങ്ങളിലും ചർച്ച നടത്തി. ആ ചർച്ചകളുടെ തുടർ ചർച്ചകൾക്കാണ് അസീം മുനീർ ഇന്ന് ഇറാനിലേക്ക് എത്തുന്നത്. നിലവിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ മെക്ക കരാറുമായി ബന്ധപ്പെട്ട് ഇറാനെ ക്ഷണിച്ചു എന്ന റിപ്പോർട്ടുകൾ, ഒപ്പം നിലവിൽ നയതന്ത്ര സാധ്യതകളിലേക്ക് ഇറാനെ മടക്കിക്കൊണ്ടുവരാൻ അതിന് സാധ്യമായ ചർച്ചകൾക്കുമാണ് എന്തായാലും അസീം മുനീർ എത്തുന്നത്. ഇക്കാര്യം ഇറാൻ തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഒരു ഹൈ ലെവൽ ഡെലിഗേഷനും അസീം മുനീറിനൊപ്പം ഉണ്ടാകുമെന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ഒപ്പം നിലവിൽ ഈ റീജിയനിൽ, അതായത് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ, സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ട ചർച്ചകൾ നടക്കും എന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യവും കഴിഞ്ഞ ദിവസം ഉണ്ടായി. എന്തായാലും അസീം മുനീർ വീണ്ടും മുൻകൈയെടുക്കുകയാണ്. നയതന്ത്ര ശ്രമങ്ങൾക്കാണ് മുൻകൈയെടുക്കുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഇറാനെയും അമേരിക്കയും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എന്തായാലും സജീവമായി നടത്തുന്നു. പക്ഷേ അപ്പോഴും ഇറാനിൽ ഭരണാധികാരികൾക്കിടയിൽ ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട്. അതായത് സമാധാന ശ്രമങ്ങളുമായി സഹകരിക്കണം എന്നഭിപ്രായപ്പെടുന്ന ഒരു വിഭാഗവും, മറ്റൊന്ന് ശക്തമായ നടപടികൾ അതേ നാണയത്തിൽ അമേരിക്കയെ നേരിടണം എന്ന് പറയുന്ന മറുചേരിയും ആണ് ഇപ്പോൾ നമുക്ക് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. അതായത് നിലവിലെ യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും അതിന് ഏറ്റവും നല്ല മാർഗം അമേരിക്കയുമായി ഒരു കരാറിലെത്തുന്നതാണ് എന്നും ഇറാൻ പ്രസിഡന്റ് പ്രതികരിച്ചിരുന്നു. നേരത്തെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി അടക്കമുള്ളവരുമായി ചർച്ചകൾ നടത്തിയ ശേഷമാണ് ഈ കരാറിലേക്ക് ഇറാൻ എത്തിയത്. പക്ഷേ ആ കരാർ കീഴ്മേൽ മറിയുന്ന സാഹചര്യമുണ്ടായി. ആക്രമണവും പ്രത്യാക്രമണവും പിന്നെയും ഉണ്ടായി. അങ്ങനെ ഇനിയും നയതന്ത്ര സാധ്യതകൾക്ക് വാതിൽ തുറന്നിടുന്ന പ്രതികരണം ഇറാൻ പ്രസിഡന്റ് നടത്തുമ്പോൾ, പക്ഷേ കഴിഞ്ഞ ദിവസം ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറിയുടേതായി അടക്കം പുറത്തുവരുന്ന പ്രതികരണങ്ങൾ ഈ അമേരിക്ക ഏത് തരത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു അതേ നാണയത്തിൽ തന്നെ തിരിച്ചിടുക. അതായത് ഹോർമൂസ് അടക്കമുള്ള ഇടങ്ങളിൽ നടപടികൾ ശക്തമാക്കുക, നിലവിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾക്കൊപ്പം ഇറാന്റെ ഹോർമൂസ് അടച്ചു കൊണ്ടുള്ള ഇറാന്റെ നീക്കങ്ങൾ അത് കൂടുതൽ വിപുലമാക്കുക എന്ന നിലയിൽ ഇറാനും മറുവശത്ത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ സാഹചര്യങ്ങൾ ഇപ്പോഴും കലുഷിതമാണ്. എന്തായാലും അസീം മുനീർ അവിടെ എത്തുന്നു. അദ്ദേഹത്തിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ ഫലം കാണുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.